നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. പല സെറ്റിങ്സുകളും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചധികം സെറ്റിങ്സുകൾ, അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെയുള്ള സെറ്റിങ്സുകളാണ്. ഏതൊക്കെയാണ് സെറ്റിങ്സ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് സെറ്റിങ്സിനകത്ത് നിങ്ങളുടെ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്നായിരിക്കും ചില ഫോണിൽ കാണാം. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ലോക്ക് സ്ക്രീനിൻ്റെയും ഹോം സ്ക്രീനിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റിങ്സുകളാണ്. നമ്മൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സിസ്റ്റം നാവിഗേഷൻ എന്നുള്ള ഭാഗം കാണും. ചില മൊബൈൽ ഫോണിൽ നാവിഗേഷൻ ബാർ എന്നായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് അങ്ങനെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൻ്റെ മുകളിൽ നാവിഗേഷൻ സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ 2 ഓപ്ഷനിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ താഴെ ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, എൻ്റെ മൊബൈൽ ഫോണിൻ്റെ താഴെ ഭാഗത്ത് കീകളുണ്ട്. അതായത് ബാക്ക് ബട്ടണോ അതുപോലെ തന്നെ ഹോം ബട്ടണൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഹോം ബട്ടണോ ബാക്ക് ബട്ടണോ കാണിക്കാതെ നിങ്ങളുടെ സ്ക്രീൻ പൂർണ്ണമായിട്ട് ഫുൾ സ്ക്രീനിലേക്ക് മാറുന്ന രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്തായിട്ട് ഗസ്റ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മൊബൈൽ ഫോണിൽ ആ കീ ബട്ടണുകൾ കാണില്ല. ബാക്ക് ബട്ടണോ ഹോം ബട്ടണോ കാണില്ല. നമുക്ക് ബാക്ക് ബട്ടണോ ഹോം ബട്ടണോ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബട്ടൺസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബട്ടൺസ് ഭാഗത്തേക്ക് തിരിച്ചെത്താൻ സാധിക്കും. ഇനി ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇടത് കൈ കൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബാക്ക് ബട്ടൺ മൊബൈൽ ഫോണിൻ്റെ ഇടത് ഭാഗത്തേക്ക് മാറ്റാനും ഇനി വലത് പാസ്സുള്ള ആളുകൾക്ക് വലത് പാസ്സിലേക്ക് മാറ്റാനൊക്കെ സാധിക്കും. ഇവിടെ 2 ഓപ്ഷൻ കാണാം, ഇടത്തും വലത്തേക്ക് തിരിക്കാൻ. നിങ്ങൾക്ക് ഏത് ഭാഗം വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഫോണിൻ്റെ കീകളൊക്കെ, അതായത് നമ്മുടെ ഈ ബാക്ക് ബട്ടണും ഹോം ബട്ടണൊക്കെ നമുക്ക് സൈഡ് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൽ എന്തൊക്കെ കാണണം എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ക്ലോക്കിൻ്റെ സ്റ്റൈല് മാറ്റാനുള്ള സൗകര്യം. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്ലോക്ക് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ കാണും. ഓരോ മൊബൈൽ ഫോണും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ സെറ്റിങ്സുകൾ പല വ്യത്യസ്തമായ രീതിയിലായിരിക്കും. മാത്രമല്ല കുറച്ചധികം ചിലപ്പോൾ സെറ്റിങ്സുകളൊക്കെ ചില മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കും. ക്ലോക്ക് സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്ലോക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ലോക്കാകുന്ന സമയത്ത് കാണേണ്ടതെന്നാണ്. അത് അതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്ത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ പോക്കറ്റിലേക്ക് വെക്കുന്ന സമയത്ത് മൊബൈൽ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ സ്ക്രീൻ ലോക്കായില്ലെങ്കിൽ അത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഓരോ ഫംഗ്ഷനുകൾ അറിയാതെ ടച്ച് ചെയ്ത് പോകും. അപ്പോൾ അതിനുവേണ്ടിയിട്ട് പോക്കറ്റ് പ്രിവെൻഷൻ എന്നുള്ള ഭാഗത്ത് ഇത് ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലോക്ക് സ്ക്രീൻ ഷോർട്ട് കട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്ക്രീനിൽ ലോക്ക് സ്ക്രീനിൽ ഏതൊക്കെ ഫീച്ചറുകൾ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ടോർച്ച് വേണമെങ്കിൽ ടോർച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ അസിസ്റ്റൻറ്റ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഇതിനകത്ത് ലഭ്യമാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഓരോ സെറ്റിങ്സുകളും ടച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.